ഹായ് ഗായ്സ്, എല്ലാവർക്കും എപ്പിക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുറച്ച് സ്പോട്ടുകൾ പറഞ്ഞു തരാനാണ്. ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ കട്ടപ്പനയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒറ്റ ദിവസം കണ്ടിട്ട് ഇടുക്കിയിലെ കുറച്ച് സ്പോട്ടുകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകാൻ പറ്റിയ കുറച്ച് സ്പോട്ടുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിലൊന്നാമത്തെ സ്പോട്ട് തന്നെ കട്ടപ്പനയാണ്. കട്ടപ്പന ടൗണൊക്കെ സൂപ്പറാണ്. ഒരുപാട് മൂവിയിലൊക്കെ കട്ടപ്പന ടൗണിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ കട്ടപ്പനയിൽ നിന്നും നേരെ പോകേണ്ടത് നമ്മുടെ അഞ്ചുരുളി ടണലിലേക്കാണ്. ടണൽ സൂപ്പറാണ്, വൈബാണ്, സെറ്റാണ്. അപ്പോൾ ടണലിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ അടുത്തായിട്ട് പോകേണ്ടത് അഞ്ചുരുളിയിലെ മുനമ്പിലേക്കാണ്. മുനമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ അത് നിങ്ങളെ വേറൊരു ലോകത്ത് തന്നെ കൊണ്ടെത്തിക്കും. അതുപോലത്തെ സൂപ്പർ ഒരു സ്ഥലമാണ്. മുനമ്പിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം മേട്ടുക്കുഴി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവുക. കട്ടപ്പനയിൽ നിന്നും ഏകദേശം ഒരു 5 കിലോമീറ്ററൊക്കെ ഉള്ളൂ മേട്ടുക്കുഴി എന്ന് പറയുന്ന സ്ഥലത്തെത്താൻ. അവിടെ ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിൽ പണ്ട് ഈ തേയിലക്കൃഷിക്ക് ഏലക്കൃഷിക്കൊക്കെ വേണ്ടി വെള്ളമൊക്കെ എടുക്കാൻ വേണ്ടി ഒരു കുളമൊക്കെ ഉണ്ട്. അപ്പോൾ ആ കുളത്തിന് ചുറ്റും ഒരുപാട് കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ മനോഹരമായ കാഴ്ച കാണാം. അതിനുശേഷം അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കുറേ കല്ലുകളൊക്കെ ഉള്ള ഒരു സെറ്റപ്പ് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മനോഹരമായ കട്ടപ്പനയുടെ ഒരു വ്യൂ കിട്ടും. അതിനുശേഷം അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ ചെറുതോണി റൂട്ടിലേക്ക് പോരുക. ചെറുതോണി റൂട്ടിൽ പോരുന്ന വഴിക്ക് തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ചെറുതോണിക്ക് നമ്മൾ കട്ടപ്പനയിൽ നിന്ന് പോരുമ്പം തന്നെ മറ്റേ വെള്ളയാങ്കുടി എത്തിക്കഴിയുമ്പം വെള്ളയാങ്കുടിയുടെ അടുത്തൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അത് കൽവരി മൗണ്ടിൻ്റെ ഒരു മനോഹരമായ ഒരു വ്യൂ ആണ് കിട്ടുന്നത്. അവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീണ്ടും ഇടുക്കി റോഡിലൂടെ വരുമ്പോഴത്തേക്കും നിർമ്മല സിറ്റി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ പണ്ട് നീലക്കുറിഞ്ഞിയൊക്കെ പൂത്ത ഒരു മനോഹരമായ ഒരു വ്യൂ പോയിൻ്റാണ്. അവിടെയും നമുക്ക് ഇടുക്കി ഡാമിൻ്റെ ജലാശയത്തിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാം. അത് കഴിഞ്ഞ് കുറേ കൂടെ മുന്നോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാൽവരി മൗണ്ട് കല്യാണത്തണ്ടിലെത്താൻ പറ്റും. കാൽവരി മൗണ്ടിലെ കാഴ്ചകൾ മനോഹരമാണ്. അവിടെ ഒരു കപ്പലുണ്ട്. അതുപോലെ അവിടെ നിന്ന് കഴിഞ്ഞാലും ഇടുക്കി ജലാശയത്തിൻ്റെ മനോഹരമായ ഒരു വ്യൂ ഒക്കെ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇടുക്കി സിറ്റി, അവിടെ നിന്നിട്ട് നമുക്ക് ഇടുക്കി ഡാമിൻ്റെ ഒരു മനോഹരമായ ഒരു കാഴ്ച ഇടുക്കി സിറ്റിയിലെ ഗ്രൗണ്ടിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവിടെയാണ് മഹേഷിൻ്റെ പ്രതികാരം സിനിമയൊക്കെ കണ്ടവർക്ക് അറിയാം, ഒരു ഗ്രൗണ്ടിലിട്ടിങ്ങനെ അടി കൂടുന്നത്. അതൊക്കെ ആ ഒരു ഗ്രൗണ്ടിലാണ്. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ ഒരു കർഷകൻ്റെ പ്രതിമയ്ക്കുള്ളൊരു പാർക്കുണ്ട്. ആ പാർക്ക് സൂപ്പറാണ്. ഇടുക്കി പാർക്ക് എന്നാണ് ആ പാർക്കിൻ്റെ പേര്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ചെറുതോണി എത്തും. ചെറുതോണിയിൽ പഴയ പാലവും അതുപോലെ പുതിയ പാലവും ഒക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിയുമ്പം ഹിൽ വ്യൂ പാർക്കുണ്ട്. ഹിൽ വ്യൂ പാർക്ക് വേറെ ലെവലാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ കുറവൻ കുറുവത്തി മലയിനെയും ഒക്കെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഇടുക്കി ആർച്ച് ഡാമും അതുപോലെ ചെറുതോണി ഡാമിൻ്റെയൊക്കെ മനോഹരമായ ഒരു ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മുടെ മൂപ്പൻ്റെ പ്രതിമയൊക്കെ ഉള്ള ഒരു ഇതുണ്ട്. അതിന് ശേഷം അവിടെ നിന്ന് തന്നെയാണ് ഇടുക്കി ഡാമിലേക്കൊക്കെ പോകുന്നത്. അത് ചില സമയങ്ങളിൽ മാത്രമേ ഡാമിലേക്കൊക്കെ പോകാനുള്ള പെർമിഷനൊക്കെ കിട്ടുള്ളൂ. അത് നേരത്തെ ബുക്ക് ചെയ്യണം, അങ്ങനെ ഏതാണ്ടൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയത്തില്ല. ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ചോദിച്ച് ആരോടെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് നമ്മൾ കമൻ്റായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ അതും കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വ്യൂ പോയിൻറ്റുകൾ ഉണ്ട്. അനുവാദം ഉള്ളതും അനുവാദം ഇല്ലാത്തതൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അനുവാദം ഇല്ലാത്ത സ്ഥലത്തൊന്നും പോയി കയറാതിരിക്കുക. പിന്നെ മൈക്രോവേവ് വ്യൂ പോയിൻ്റ്, അത് അടിപൊളിയാണ്. നമ്മുടെ വീഡിയോ ഇനി വരാൻ പോകുന്ന വീഡിയോ മൈക്രോവേവ് വ്യൂ പോയിൻറ്റിൻ്റെയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാനൊക്കെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്നതായിരിക്കും. അപ്പം ഏകദേശം നിങ്ങൾക്കൊരു രാവിലെ ഒരു 9 മണിയോടുകൂടി നിങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഇടുക്കി ഡാമിൻ്റെ അടുത്ത് വരെ എത്തിക്കഴിയുമ്പോൾ ഒരു 4 മണി സമയമൊക്കെ ആവും. അതിൻ്റെ ഇടയ്ക്ക് ഫുഡൊക്കെ വേണമെങ്കിൽ കഴിച്ചോണം. അപ്പം ഒരു ദിവസം കൊണ്ട് കട്ടപ്പനയെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റിയ കുറച്ച് സ്പോട്ടുകളാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനിയും ഇതിനെക്കുറിച്ച് കൂടുതലൊക്കെ അറിയണമെന്ന് ആഗ്രഹമുള്ളവർ കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.